വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾക്കും സ്വർഗത്തിലെത്താൻ സാധിക്കണം എന്നതാണ്. സഹാബാക്കൾ പ്രവാചകൻ്റെ വീട്ടിലേക്ക് ഇതേ കാര്യം ചോദിക്കുവാനും അന്വേഷിക്കുവാനും വേണ്ടി വന്ന ഒരു സംഭവമുണ്ട്. അവർക്കറിയാം പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടുവാൻ പ്രവാചകൻ്റെ സ്വഭാവമനുസരിച്ച് ജീവിച്ചാൽ മതി എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ വരികയും ആ സമയത്ത് പ്രവാചകൻ ആ വീട്ടിലില്ല, മറിച്ച് നമ്മുടെ ഉമ്മ പ്രവാചകൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉമ്മയോടവർ ചോദിച്ച ചോദ്യം, കൈഫ കാന ഖുലുഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ പകർത്തി സ്വർഗത്തിൽ പോകാനാണ്, പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്താനാണ്. പ്രവാചകൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അതിന് നമ്മുടെ ഉമ്മ പറഞ്ഞ മറുപടി, ഖാലത്ത് കാന ഖുലുഖുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഇത് നമ്മൾ കേട്ടൊരു സംഭവമാണ്. പക്ഷെ സ്വാഭാവികമായി ഖുർആനായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൽ വ്യക്തതയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആനിലെ 11 ആയത്ത് ഓതി കേൾപ്പിച്ചെടുത്തു. ഈ ആയത്തിലുണ്ട് പ്രവാചകൻ്റെ സ്വഭാവം എന്താണ് എന്ന്. ആ ആയത്ത് പ്രകാരം ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായാൽ പ്രവാചകൻ്റെ സ്വഭാവമായി നമ്മുടെ സ്വഭാവം മാറുകയും നമ്മൾക്ക് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മ അവരോട് പറഞ്ഞു. എന്നിട്ട് ഓതിയ ആയത്താണ് സൂറത്തു അൽ മുഅ്മിനൂനിലെ 1 മുതൽ 11 വരെയുള്ള ആയത്ത്. നമ്മുടെ ഖുതുബ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഏതാനും ചില ആഴ്ചകൾ സൂറത്ത് മുഅ്മിനൂനിലുള്ള ആദ്യത്തെ പ്രവാചകൻ്റെ 10 സവിശേഷമായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് നമ്മൾക്കും അതുപോലെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നും അതുവഴി പ്രവാചകനെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാൻ നമ്മൾക്ക് സാധിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആയത്ത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആയിഷ റളിയല്ലാഹു അൻഹ ഓതി കേൾപ്പിക്കാൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. ആ മുഅ്മിനുകളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ച പോലെ പ്രവാചകൻ്റെ താഴെ പറയുന്ന സ്വഭാവങ്ങൾ പാലിച്ച മുഅ്മിനുകളും വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ആദ്യമായി പറയുന്ന വാക്ക് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ സ്വഭാവം, നബിയുടെ ഒന്നാമത്തെ സ്വഭാവം, നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ സ്വഭാവം, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു എന്നതാണ്. സഹോദരങ്ങളെ, 2 തരം നമസ്കാരമുണ്ട്. നമ്മൾക്കിടയിൽ 2 തരം നമസ്കാരമുണ്ട്. ഒന്ന്, കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മതയോടെ ഭക്തിയോടുകൂടി നമസ്കാരത്തെ സമീപിക്കുന്ന നമസ്കാരക്കാർ. രണ്ടാമത്തേത്, അത്രയൊന്നും ശ്രദ്ധിക്കാതെ ഗൗരവത്തിലെടുക്കാതെ അലംഭാവത്തോടെയും യാന്ത്രികമായിട്ടും നമസ്കാരത്തെ പരിഗണിക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിൽ വിശ്വാസിയായ ആളിൻ്റെ നമസ്കാരം ഖുർആൻ പറഞ്ഞ പോലെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവിടെ നിസ്കാരത്തിലൊരു ഖുശൂ ഉണ്ടാകും, ഭക്തി ഉണ്ടാകും. ഞാൻ പടച്ചോനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയം നിസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം നമ്മൾ നിസ്കരിക്കുമ്പോഴാണ്. ആ നിസ്കാരത്തിൽ സുജൂദാണ്. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ആ ആരാധനയിൽ നമ്മളാൽ കഴിയുന്ന ഭക്തിയും ശ്രദ്ധയും ആ നമസ്കാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് പ്രവാചകൻ്റെ സ്വഭാവം, നമ്മുടെ സ്വഭാവമാകേണ്ടത്. എന്നാൽ അതുപോലെ ഖുർആൻ ഒരു കാര്യം കൂടി പറയുന്നു, വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല.
ആരാധനയിൽ കൃത്രിമത്വം വരുത്തുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവർ അവരുടെ നമസ്കാരത്തിൽ അലക്ഷ്യമായി അലസമായിട്ട് അവർ നിൽക്കും. യുറാഊനന്നാസ്, ചിലർ നിസ്കരിക്കുന്നത് ആളെ കാണിക്കാൻ വേണ്ടിയാകും. അവസാനത്തെ വാക്ക് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ നിസ്കാരത്തിൽ വളരെ കുറച്ച് മാത്രമേ അള്ളാനെ ആലോചിക്കൂ എന്നതാണ്. സഹോദരങ്ങളെ, അള്ളാനെ ആലോചിക്കാത്തവർ എന്നല്ല പറഞ്ഞത്, പിന്നെയോ നിസ്കാരത്തിൽ വളരെ കുറച്ചു മാത്രമേ പടച്ചവനെ അവർ ആലോചിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ അവിടെ നമസ്കാരത്തിൽ കൃത്രിമത്വം ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണ് എന്നതാണ് നമ്മളിതിൽ ആലോചിക്കേണ്ടത്. ഖുതുബ പറയുന്ന ഞാനും നിങ്ങളും ഇതിൽ ചിലരുടെ നിസ്കാരം വലിയത് ഒന്നുമല്ല. നമ്മൾ നമ്മുടെ നമസ്കാരം ഭക്തിസാന്ദ്രമാകാൻ, ഖുശൂ ഉള്ളതാകാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകാൻ, അതുവഴി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ നമ്മൾക്കെന്തു ചെയ്യാൻ കഴിയും എന്നൊരു കൂടിയാലോചനയാണ്. 1-2 കാര്യങ്ങൾ പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ ഒരു പരിധിവരെ, മനുഷ്യ സ്വാഭാവികമായ പരിമിതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ നമ്മൾക്ക് ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾക്ക് ആദ്യം തന്നെ അറിയണം, ഭക്തിയുള്ള നിസ്കാരത്തിനാണ് പൂർണ്ണ പ്രതിഫലം കിട്ടുക. ഭക്തിയുള്ള നിസ്കാരത്തിനാണ് പ്രവാചകന്റെ മാതൃകയുണ്ടാവുക. ഭക്തിയുള്ള നിസ്കാരക്കാരെയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞത്. അതിലുൾപ്പെടാൻ 1-2 കാര്യങ്ങൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തേത്, നമസ്കാരത്തിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നിസ്കരിക്കുന്ന പരിസരത്ത് നിന്ന് നമ്മൾ ബോധപൂർവം മാറ്റണം. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോണ കാര്യം നമ്മുടെ നിസ്കാരവും അതിൻ്റെ പരിസരത്തുനിന്നും നമ്മൾ ബോധപൂർവം മാറ്റണം. ഇത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. നമ്മൾക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എവിടുന്നാ നിസ്കരിക്കണം? നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം കാണിച്ചു കൊടുത്തു. ആ നിസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ നിൽക്കുമ്പം പ്രവാചകന്റെ മുന്നിൽ ഒരു വിരിപ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ ഏതാനും ചില കൊത്തുപണികൾ പോലെയുള്ള അടയാളങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞ വാക്ക് അസീലി അന്നി ഖിറാമകി ഹാദാ, ആയിഷ, ഈ ഒരു വിരിപ്പ് ഇവിടെ നിന്ന് മുന്നിൽ നിന്ന് ഈ ഒന്ന് മാറ്റണം. കാരണം ഫഇന്നഹു ലാ തസാലു തുസാവിറുഹു തുഇരിദു ലീ ഫീ സ്വലാത്തി, അതിലെ ഏതാനും ചില വരകളും കുറികളും ഒക്കെ ഉണ്ടല്ലോ, അതിലെ ചിത്രപ്പണികളുണ്ടല്ലോ, അത് എൻ്റെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് എന്നെ മാറ്റും. അതുകൊണ്ട് ആ ചിത്രപ്പണിയുള്ള വിരിപ്പ് ആയിഷ ഇവിടെ നിന്ന് നീ മാറ്റണം, അല്ലെങ്കിൽ എനിക്കിവിടെ നിസ്കരിച്ചാൽ ശ്രദ്ധ കിട്ടില്ല, നിസ്കാരം ശരിയാവുകയില്ല. ഇത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു വിരിപ്പിൻ്റെ കാര്യം മാത്രമല്ല, നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന കാര്യം നമ്മുടെ മുന്നിലോ നമ്മുടെ പരിസരത്തോ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമ്മൾക്ക് നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമികമായി ഒരാൾക്ക് ഭക്ഷണത്തിൽ ഹലാലുകളും ഹറാമുകളൊക്കെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചൊരു ഹദീസ് ഉണ്ട്. അതെന്താണ്? മൻ അക്കല സൂമൻ ഔ ബസലൻ, ഒരാൾ ഏതെങ്കിലും വെളുത്തുള്ളിയോ അല്ലെങ്കിൽ സാധാരണ ഉള്ളിയോ ഒരാൾ പച്ചക്ക് കഴിക്കുന്നു, ബ്രഷ് ചെയ്യാതെ, വാ കഴുകാതെ അയാൾ പള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫൽയഅ്തസിൽ മസ്ജിദന, അയാൾ പള്ളിയിൽ അത് വൃത്തിയാക്കാതെ വരേണ്ടതില്ല. പ്രവാചകന്റെ വാക്കാണ്, അയാൾ ശുദ്ധമാക്കാതെ വരേണ്ടതില്ല. വൽയഖ്ഉദ് ഫീ ബൈതിഹി, ശുദ്ധമാകുന്നത് വരെ അയാൾ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ, ശുദ്ധമാക്കിയിട്ടേ പള്ളിയിലേക്ക് വരാൻ പാടുള്ളൂ. എന്തുകൊണ്ടായിരിക്കും സഹോദരങ്ങളെ? ഉള്ളി അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷെ ഉള്ളി തിന്നുകൊണ്ട് നിങ്ങൾ ജമാഅത്തിന് ശുദ്ധമാകാതെ വരേണ്ടതില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ വാസന ചിലർക്ക് ദുർഗന്ധമാകും. ആ ദുർഗന്ധത്തോടു കൂടി ഒരാൾ നിസ്കരിച്ചാൽ റുക്കൂ ഉണ്ടാവൂലേ? ഉണ്ടാകും. എഴുത്തിദാൽ ഉണ്ടാവൂലേ? പ്രാർത്ഥന ചൊല്ലൂലേ? പക്ഷെ ഖുശൂ ഉണ്ടാവില്ല, അതിലേക്ക് ശ്രദ്ധ പോകും. ചിലപ്പോൾ മൂക്ക് പൊത്തും, അസ്വസ്ഥമാകും. ആ അസ്വസ്ഥത നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കും. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ, ഭക്തിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ വിരിപ്പിൽ, നമ്മുടെ റൂമിൽ, നമ്മുടെ സാഹചര്യത്തിൽ ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഞാനിത് ഗൗരവത്തിൽ പറയാനുള്ള കാരണം എന്താ അറിയോ? വീട്ടിലൊക്കെ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് വളരെ സങ്കടകരമായ അവസ്ഥ ഉണ്ടാകലുണ്ട്.
പലപ്പോഴും മുസല്ല വിരിക്കാറുള്ള റൂം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുന്ന മുസല്ല വിരിക്കുന്ന റൂമിൽ അവിടെ അടിവസ്ത്രം തൂക്കിയിട്ടുണ്ടാവും മുന്നിൽ, ഉണക്കാനുള്ളത് തൂക്കിയിട്ടുണ്ടാവും മുന്നിൽ. സഹോദരങ്ങളെ, അവനവൻ്റെ വീട്ടിലെ മാലിന്യങ്ങൾ അടിച്ചു വാരിയിട്ട് പിന്നീട് എടുക്കാൻ വേണ്ടി ആ റൂമിൻ്റെ സൈഡിൽ കൂട്ടിയിട്ടുണ്ടാവും. സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും മുടികൾ കോമ്പലയാക്കി വെച്ചിട്ടുണ്ടാകും. എന്തിനേറെ ചെറിയ കുട്ടികളുടെ പാമ്പേഴ്സുകൾ, മലമൂത്ര വിസർജനം അതോടുകൂടി പിന്നീട് പുറത്തേക്ക് എടുത്തു കളയാൻ പാകത്തിന് റൂമിൻ്റെ സൈഡിലുണ്ടാകും. ഈ ദുർഗന്ധവും ഈ മാലിന്യത്തിൻ്റെയും സെന്ററിൽ പോയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഒരു കാര്യം അറിയുക, നിസ്കാരത്തിൽ രണ്ടാളുകളുണ്ട്. നമ്മൾ മാത്രമല്ല, അള്ളാഹുവുമുണ്ട്. ഞാനും പടച്ചവനും, നമ്മളും പടച്ചവനും നമ്മളുടെ ബന്ധാണ്. ആ പടച്ചവനെ നമ്മൾ കൊണ്ടുപോയി നിൽക്കുന്നത്, അഥവാ അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന മാലിന്യങ്ങളുടെ മുന്നിൽ ആകരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിസരം, നിസ്കരിക്കുവാനുള്ള സംവിധാനങ്ങൾ, ആ പരിസരം കൂടുതൽ അശ്രദ്ധയിലേക്ക് പോകുന്ന തരത്തിലാകരുത്. ഒരു കാര്യം അറിയുമോ, നിസ്കരിക്കുന്ന ഒരാളുടെ അടുക്കൽ വെച്ച് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് മതത്തിൽ നിഷിദ്ധമാണ്. ഇവിടെ ഒരാൾ നിസ്കരിക്കാൻ, അയാളുടെ തൊട്ടടുത്ത് വന്നിട്ട് മറ്റൊരാൾ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് മതത്തിൽ തെറ്റാണ്. എന്തേ? ഖുർആനായിട്ടും ശരിയാകാത്തതിന് കാരണം എന്താണ്? ആ ഖുർആൻ പാരായണം നിസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരത്തിന്റെ ഭക്തിയെ, ശ്രദ്ധയെ തെറ്റിക്കുമെങ്കിൽ ഖുർആൻ പാരായണം വരെ നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച മത നമ്മുടെ മതം. അത്രയും പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന്റെ ഭക്തിക്ക്. സഹോദരങ്ങളെ, സാഹചര്യം നമ്മൾ അനുകൂലമാക്കണം. അശ്രദ്ധമായി പോകുന്ന സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പം, നിസ്കാര സ്ഥലത്തേക്ക് വരുമ്പം പരമാവധി ഭംഗിയിൽ നിങ്ങൾ വരണം. സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മുടെ പള്ളിയൊന്നുമില്ല, എപ്പോഴെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. എങ്കിലും നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പം മുന്നിൽ നമ്മളൊരു ജേഴ്സി ഇട്ട് നിൽക്കുമ്പം ബാക്കിൽ അക്ഷരങ്ങളും എഴുത്തുകളും ആപ്തവാക്യങ്ങളും ഒക്കെ എഴുതിയതോ ജന്തുജാലങ്ങളുടെ ഫോട്ടോകളുള്ളതോ പരമാവധി നമ്മൾ ഒഴിവാക്കണം. കാരണം ഒരു വേള നമ്മൾക്കതിനെക്കുറിച്ച് ആലോചനയോ അശ്രദ്ധയോ ഇല്ലെങ്കിലും നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് അതുവഴി നമസ്കാരത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം വസ്ത്രധാരണങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് മതപരമായി പഠിപ്പിക്കപ്പെട്ടവരാണ്. എന്തിനേറെ എന്നറിയോ സോങ്ങളെ, പണ്ഡിതന്മാർ മുസല്ലകളിൽ കഅബാലയത്തിന്റെ ഫോട്ടോകളും ചിത്രപ്പണികളുമുള്ള മുസല്ലകൾ തിരിച്ച് നമസ്കരിക്കുന്നത് കണ്ടിട്ട്, മറിച്ച് നമസ്കരിക്കുന്നത് കണ്ടിട്ട് അവരുടെ പണ്ഡിതന്മാർ, അവരുടെ ശിഷ്യഗണന്മാർ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ കഅബാലയത്തിന്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഹറം ഓർമ്മ വരും, ഹജ്ജ് ഓർമ്മ വരും, പരിസരങ്ങൾ ഓർമ്മ വരും. അത് ചിലപ്പോൾ മതപരമായി തെറ്റായിട്ടല്ല, പക്ഷെ നിസ്കാരത്തിൽ ആലോചിക്കേണ്ടതല്ലല്ലോ അത്. ആ നിസ്കാരത്തിന്റെ ആലോചനയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു ചെറിയ ചിത്രം പോലും വേണ്ട എന്ന് വെക്കുകയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരിമാരോട് പറയാൻ, കുട്ടികൾക്ക് ഫോണ് ഉറക്ക ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിസ്കരിക്കുക എന്ന് പറയണത് എത്രമാത്രം ശരിയാകുന്ന ആലോചിക്കുക, എത്രമാത്രം ശ്രദ്ധയിൽ ഉണ്ടാകുന്ന ആലോചിക്കുക. നമ്മൾ ടി വിയിൽ ഉറക്ക പാട്ട് വെച്ചിട്ട്, ഫോണിൽ ഉറക്ക പാട്ട് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് നിസ്കരിക്കുക എന്ന് പറയണത് എത്രമാത്രം ഇസ്ലാമികമായി ഖുശൂ ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഒന്ന്, ഭക്തി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ മാറി നിൽക്കുക, ബോധപൂർവം അതൊഴിവാക്കി കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത കിട്ടുന്ന ഒരു പരിസരമാക്കുക. രണ്ടാമത്തേത് ഉന്മേഷത്തോട് കൂടിയാകണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇത് ഒരു ഖുത്ബന്റെ വിഷയമായിട്ട് പറയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഖുർറത്തു ഐനി, നിസ്കാരം എൻ്റെ കൺകുളിർമയാണെന്ന് നബി പറഞ്ഞു. എന്താ നിങ്ങളെ കൺകുളിർമയാണെന്ന് പറഞ്ഞാൽ? റാഹത്തു ഖൽബി, എൻ്റെ മനസ്സിന് സമാധാനം. നമ്മൾ പറയേ തറവാട്ട് കൂടെ ഒക്കെ ഒന്ന് പോയി വന്ന് ബാപ്പാനിമ്മാനെന്ന് കണ്ടുവന്ന ഒരു സമാധാനമാണ്. ഒരു 2 ദിവസം ഒന്ന് പുറത്തു പോയി വന്നാൽ ഒരു സമാധാനമാണ്. ഞാൻ എൻ്റെ ചെങ്ങായിമാരെ കൂടെ പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു സമാധാനമാണ്. അതിൻ്റെ അർത്ഥം എന്താ സോങ്ങളെ? ഞാൻ വളരെ ചടപ്പിലാണ് പോകുക എന്നാണ്? അല്ല, ഞാൻ ആ പോകുന്നത് ആവേശത്തിലാകും, ഉന്മേഷത്തിലാകും.
അപ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അസ്സലാത്തു ഖുർറത്തു ഐനി, നിസ്കാരം എന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. എന്തേ കാരണം? ഞാനതിനെ ആനന്ദത്തോടെ ഉന്മേഷത്തോടു കൂടിയാണ് ഞാൻ സമീപിക്കുന്നത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? മുനാഫിക്കുടെ നിസ്കാരത്തെ പറ്റിയിട്ട് അവർക്ക് നിസ്കാരം ഭാരമാണ്, മടുപ്പാണ് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഖുർആന്റെ വാക്ക് ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല. നിസ്കാരത്തിന് അവർ സമീപിക്കുന്നത് തന്നെ അലസമായിട്ടാണ്. നമുക്ക് ശ്രദ്ധ കിട്ടൂല. അലസമായി നമസ്കാരത്തെ സമീപിക്കാൻ തുടങ്ങിയാൽ തന്നെ പിന്നെ നമ്മൾ എത്ര വലിയ കാരിന്റെ ബാക്കിൽ നിന്നാലും നമുക്ക് ശ്രദ്ധ കിട്ടൂല. ഇത് നമ്മളെ മനസ്സിലുണ്ടാകണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയുന്നൊരു കാര്യമല്ലേ, വുളു ഒരാൾ ഒരു ദിവസം സുബൈക്ക് വുളുണ്ടാക്കി, ആ വുളു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇശാ വരെ അയാൾക്ക് ആ വുളു കൊണ്ട് നിസ്കരിക്കാം, വുളു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ. എന്നാൽ അത് പഠിപ്പിക്കുന്ന അതേ പ്രവാചകൻ എന്ത് പറഞ്ഞെന്നറിയോ? വുളു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഓരോ വക്തിനും പ്രത്യേകം വുളു ചെയ്യൽ നിങ്ങൾക്ക് പുണ്യമാണ് എന്ന് പഠിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. എന്തിനാ പ്രോത്സാഹിപ്പിച്ച്? വുളു ചെയ്യുമ്പോൾ കൂലിയോടൊപ്പം ആ നിസ്കാരത്തിനൊരു നശീത്ത്, ഒരു നശാത്വത്ത്, ഒരു ഉന്മേഷമുണ്ടാകും, ഒരു ഉണർവുണ്ടാകും. ആ ഉണർവോടുകൂടി വേണം നിസ്കരിക്കാൻ. ആ ഉണർവ് നഷ്ടപ്പെട്ടു പോകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചെന്നില്ലേ? 27 ഇരട്ടി എന്ന് പറഞ്ഞില്ലേ? ഓരോ കാൽവെപ്പിനും പള്ളിയിലേക്ക് നടക്കുമ്പോഴും തിരിച്ചു പോകുമ്പോഴും നന്മകളുടെ വർധനവും തിന്മകൾ പുറത്തു തരാന്ന് പറഞ്ഞില്ലേ? അത് പഠിപ്പിച്ച പ്രവാചകൻ 3 സന്ദർഭങ്ങൾ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന 3 സമയങ്ങളെ പ്രത്യേകമായി ഇന്ന് മാറ്റി. ഒന്നെന്താ പറയുക? പ്രവാചകൻ പറഞ്ഞത് ലാ സ്വലാത്ത ബി ഹലറത്തി തുആം. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര വിശപ്പ് വന്നു. സാധാരണ ജമാഅത്തിന് പള്ളി പോണ ആളാണ്, കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ്. പക്ഷെ ആ സമയത്ത് അയാൾക്ക് ഒരു ജമാഅത്തിന്റെ സമയത്ത് നന്നായി വിശന്നു, ഭക്ഷണം കഴിക്കാൻ വല്ലാതെ വന്നു. പ്രവാചകൻ പറഞ്ഞു എങ്കിൽ അയാൾ അന്ന് ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോയാൽ മതി. അയാൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞെങ്കിൽ സാരല്ല, പടച്ചോൻ അത് പരിഹരിക്കും അന്ന്. കാരണം അയാൾ സ്ഥിരം പള്ളിയിൽ പോണ ആളാണ്. എന്തുകൊണ്ടാ പ്രവാചകൻ പഠിപ്പിക്കാൻ കാരണം? വിശന്നുകൊണ്ട് നിങ്ങൾ ജമാഅത്തിൽ അന്ന് പങ്കെടുത്താൽ ഇമാം പെട്ടെന്ന് റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകാൻ നിങ്ങൾ താല്പര്യപ്പെടും. വിശപ്പ് നിങ്ങളെ മാടി വിളിക്കും. ചൊല്ലുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കൂല, റുക്കൂഉം സുജൂദ് നിങ്ങൾ ആലോചിക്കൂല, ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിക്കൂല, കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കും. അത് നിസ്കാരത്തിന്റെ ബഖ്ദിയെ ബാധിക്കും. നിസ്കാരത്തിന്റെ ബഖ്ദിയെ ബാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു വലാ വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. മലമൂത്ര വിസർജനത്തിന് നിങ്ങൾക്ക് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അത് പൂർത്തീകരിച്ചിട്ട് ജമാഅത്തിന് പോവുക. എന്തേ കാരണം? നിങ്ങൾ ആ വിഷമത്തോടുകൂടി ജമാഅത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾ ആ വിഷമത്തെയാണ് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ, ഓത്ത് ചുരുക്കിയിരുന്നെങ്കിൽ, ഇദ്ദേഹം എന്താ ചുരുക്കാത്തത്, പടച്ചവനെ കൂടുതൽ നേരം സുജൂദിൽ ഇരിക്കേണ്ടിയിരുന്നില്ല, ഈ വീണ്ടും മനസ്സിൽ ആലോചിക്കും, നിർത്തിപ്പോയാലോ, ഇതിനിടയിൽ വല്ലതും സംഭവിക്കുമോ, ഈ ബേജാറിലാകും നിസ്കാരം. അങ്ങനെ നിസ്കരിക്കണ്ട, അങ്ങനെ നിസ്കരിക്കണ്ട. പ്രവാചകൻ പറയാൻ ഉന്മേഷമുണ്ടാകണം, തഖ്വയുണ്ടാകണം. നിസ്കാരത്തിന്റെ പൂർണ്ണത ഖുശൂഇലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ മദീന പള്ളിയിൽ ചെന്നപ്പോ സഹോദരിമാരുടെ ഭാഗത്ത് ചെന്നപ്പോണ്ട് പ്രവാചകന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ നിസ്കരിക്കുന്ന ഭാഗത്ത് ഒരു കയറിങ്ങനെ കെട്ടിക്കണം. സുന്നത്ത് നിസ്കരിക്കണതിൻ്റെ ഒക്കെ അടുത്ത് ഒരു കയറിങ്ങനെ കെട്ടിക്കണം. പ്രവാചകൻ ചോദിച്ചു ഇതെന്താ കയറെന്ന് ചോദിച്ചു. അതിൽ ബാക്കി ഭാര്യമാരും സഹോദരിമാരും അവർ പറഞ്ഞു പ്രവാചകരെ സൈനബ് റളിയല്ലാഹു അൻഹ ദീർഘമായി നിസ്കരിക്കും, നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ക്ഷീണം വരും, ചിലപ്പോൾ ഇങ്ങനെ കണ്ണുമാളും. അപ്പൊ ഈ കയറുമ്മ പിടിച്ച് നിസ്കാരം പൂർത്തിയാക്കാനാണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ഹുല്ലൂഹു, ആ കയർ അവിടെ നിന്ന് മാറ്റണം. സഹോദരിമാരോട് പറയാൻ ആ കയർ അവിടെ നിന്ന് മാറ്റണം. ഖാല, എന്നിട്ട് പറഞ്ഞു ലയുസല്ലി അഹദുക്കും നശാതഹു, നിസ്കരിക്കുമ്പം ഉന്മേഷത്തിൽ നിസ്കരിക്കണം. ഫഇദാ കസില ഔ ഫതറ,
തളർച്ചയോ മടുപ്പോ വരികയാണെങ്കിൽ സുന്നത്ത് നിസ്കാരാണോ, നിങ്ങൾ അവിടെ ഇരുന്നോളിൻ, ഇങ്ങോട്ട് ഉന്മേഷം വന്നതിന് ശേഷം ബാക്കി നിസ്കരിച്ചാൽ മതി. സോളെ, ഈ പറഞ്ഞതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ്. എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ്. ഭക്ഷണത്തിന് വല്ലാതെ വിശക്കുമ്പോ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. എന്നാലും നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം ഉണ്ടാകണം. മലമൂത്ര വിസർജനത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. എന്നാലും നിസ്കരിക്കുമ്പോൾ ഉന്മേഷം ഉണ്ടാകണം. ഉറക്കച്ചവടുമായി നിങ്ങൾ എന്തെങ്കിലും പ്രയാസപ്പെട്ട് യാത്ര വന്നിട്ട് കണ്ണിങ്ങനെ മാളാൻ അലാറം വെച്ച് പിന്നീട് നിസ്കരിച്ചാൽ മതി. എന്നാൽ നിസ്കരിക്കും ഉന്മേഷം ഉണ്ടാകണം. പ്രയാസപ്പെട്ട് അലസനായി മടിയനായി നിസ്കരിക്കാന്ന് പറയണത് നിസ്കാരത്തിന്റെ ഭക്തിയെ ബാധിക്കും. ഇതാ ദീൻ. ഈ ദീനിലാണ് നമ്മൾ അലസമായി ബോധമില്ലാതെ പലപ്പോഴും നിസ്കാരത്തെ സമീപിക്കണ്. അത് മാറണം. എങ്ങനെങ്കിലൊക്കെ ഒന്ന് തീർക്കാന്നുള്ളത് മാറണം. അതുകൊണ്ടല്ലേ ഉന്മേഷത്തിനെതിരാകുന്ന മുഴുവൻ കാര്യവും നിസ്കാരത്തിൽ ഇസ്ലാമികമായി പ്രവാചകൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകന്റെ വാക്കെന്ന ഒരാൾ നിസ്കരിക്കാൻ അയാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയ, അത് എൻ്റെ ഭാഗമാണ്, അത് എൻ്റെ ഭാഗമാണ്. നമ്മുടെ മുന്നിൽ ഏതെങ്കിലും നമ്മൾ അറിയപ്പെടുന്ന ഒരു മന്ത്രിന്റെ മുന്നിൽ നമ്മുടെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മളയാളിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുറെ അങ്ങോട്ട് നോക്കി, കുറെ ഇങ്ങോട്ട് നോക്കി, കുറെ വാച്ച് നോക്കി, കുറെ കോട്ട വിട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ഇറക്കി വിടും. കാരണം ഈ അർത്ഥം എന്താ അറിയോ? താല്പര്യമില്ല, ശ്രദ്ധയില്ല, ഉന്മേഷമില്ല എന്നാണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ഹുവ ഇഖ്തിലാസ്. ഒരാൾ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയണത്, കുറെ അങ്ങോട്ട് നോക്കുക, കുറെ ഇങ്ങോട്ട് നോക്കുക, കുറെ താഴത്തേക്ക് നോക്കുക, ഇങ്ങനെ പറയണത് അവന്റെ നിസ്കാരത്തെ ശൈത്താൻ കട്ടെടുത്ത് കൊണ്ടുപോയി. ഞാൻ നിസ്കാരമല്ല. കാരണം എന്താണ്? അവന്റെ ഉന്മേഷം ഇല്ലാത്ത നിസ്കാരാണത്. ഉന്മേഷമില്ലാത്ത നിസ്കാരാണ്. കോട്ടുവായി ആവർത്തിച്ച് എപ്പോഴെങ്കിലല്ല, ആവർത്തിച്ച് ഇങ്ങനെ പറ്റി റസൂലുള്ളാഹിന്റെ വാക്ക് എന്താ അറിയോ? അത്തശാഉബ് മിനശ്ശൈത്വാൻ. എടാ, ശൈത്വാൻ നിന്നെ അലസനാക്കാണ്. അഥവാ നിനക്ക് ഓർമ്മ വരാൻ എപ്പോഴാണോ ഓർമ്മ വരുന്നത് ഞാൻ അമിതമായി കോട്ടാവിടുന്നുണ്ടല്ലോ എന്ന് ഓർമ്മ വരുമ്പം അപ്പോൾ നീ കൈകൾ കൊണ്ട് അതിനെ നീ അമർത്തി വെച്ച് തിരിച്ച് നിസ്കാരത്തിന്റെ ശ്രദ്ധയിലേക്ക് വരണം. ഈ പറഞ്ഞതൊക്കെ എന്താ അറിയോ? നിസ്കാരത്തെ ഉന്മേഷത്തോടുകൂടി സമീപിക്കണം. അലസമായി സമീപിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകില്ല. ശ്രദ്ധയില്ലാത്ത നിസ്കാരം പടച്ചവൻ പൂർണ്ണമായും പ്രതിഫലം നൽകൂല. മൂന്നാമത്തെ ഒരു കാര്യം കൂടി, അതെന്താണ്? ധൃതിപ്പെട്ട് നിസ്കാരത്തിലേക്ക് വരുന്നവന് ശ്രദ്ധ കിട്ടൂല. ധൃതിപ്പെട്ട് നിസ്കാരത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുപോകും. പ്രവാചകന്റെ ചില വാക്കുകളൊക്കെ. ഒരു സഹാബി ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വുളുണ്ടാക്കി കയറി വരുമ്പം ഇമാമ് അവസാനത്തെ ആയത്തോതി അല്ലാഹു അക്ബർ എന്ന് പറയാൻ നിന്നപ്പോൾ അദ്ദേഹം കയറി വരുന്നിടത്ത് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി. ജമാഅത്ത് കിട്ടാനാണ്, സൊഫിലല്ല, കയറി വരുന്നിടത്ത് അദ്ദേഹം കൈകെട്ടി. നിസ്കാരം കഴിഞ്ഞു. പ്രവാചകന് വിവരമറിഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? ഖാല സാദക്കല്ലാഹു ഹിർസൻ. ജമാഅത്ത് കിട്ടാനും നിസ്കാരത്തിന്റെ പൂർണ്ണത ലഭിക്കാനും താങ്കൾ കാണിക്കുന്ന താല്പര്യം അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. പക്ഷേ വലാ തഉദ്, ഇനി ഇങ്ങനെ ചെയ്യരുത്. നബിന്റെ വാക്കെന്തറിയോ? വുളുണ്ടാക്കി പള്ളിയിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഇമാം റുക്കൂയിലേക്ക് പോകെ സുജൂദിലേക്ക് പോകെ എവിടെയാണോ നിനക്ക് കിട്ടുന്നത് അവിടേക്ക് നീ എത്തിച്ചേർന്നാ മതി. ഓടിക്കതച്ച് ധൃതിപ്പെട്ട് ശബ്ദമുണ്ടാക്കി നീ നിസ്കാരത്തിലെ സമീപിക്കരുത്. ചിലപ്പോൾ റക്അത്ത് കിട്ടിയേക്കാം, പക്ഷെ കൂലി കിട്ടണമെന്നില്ല. എന്തേ കാരണം? ഭക്തി ചോർന്നു. നമ്മൾ ഓടി വന്നിട്ട് കതച്ചിങ്ങനെ കൈകെട്ടി ഇമാമ് അവസാനത്തെ ആയത്ത് ഓതുമ്പോഴേക്കും നമ്മൾ ഫാത്തി ഒന്നാകെ ഓതി തീർക്കാൻ ശ്രമിക്കുമ്പം നഷ്ടപ്പെടുന്നെന്താ അറിയോ? നിസ്കാരം കൊണ്ട് പടച്ചോൻ ഉദ്ദേശിക്കുന്ന ഖുശൂഅ്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്ന ഖുശൂഅ് നഷ്ടമാകും. അതിലുണ്ടാകരുത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു സഹാബി വന്നു. അദ്ദേഹം നിസ്കരിച്ചു. പ്രവാചകൻ ആ നിസ്കാരം നോക്കിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പം നബിക്ക് സലാം പറഞ്ഞു. നബി സലാം മടക്കി. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഇർജിഅ ഫസല്ലി, എടാ ഒന്നുകൂടി തിരിച്ചു ചെന്ന് നിസ്കരിക്കൂ. അദ്ദേഹം വീണ്ടും ചെന്ന് വീണ്ടും നിസ്കരിച്ചു. പ്രവാചകൻ പറഞ്ഞു ഇർജിഅ, എടാ വീണ്ടും ചെല്ല്. വീണ്ടും നിസ്കരിച്ചു. 3 തവണ നബി അദ്ദേഹത്തെ മടക്കി നിസ്കരിപ്പിച്ചു. അദ്ദേഹം അവസാനം നബി 3-ാം വട്ടം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ മാ അഹ്സനു ഗൈറ ഹാദാ ഫഅല്ലമനി, നബിയെ ഇതിനേക്കാളും നന്നായിട്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ഇനി വേറെന്തെങ്കിലും തെറ്റാണെങ്കിൽ പ്രവാചകരെ എനിക്കൊന്ന് പറഞ്ഞു തരണം. നബി അദ്ദേഹത്തെ നിർത്തിയിട്ടോ എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, നന്നായി ഒതുണ്ടാക്കുക, ചെല്ലുക, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, എന്നിട്ട് നീ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ഫാത്തിഹ തുടങ്ങുക, എന്നിട്ട് നീ സൂറത്ത് ഓതുക, റുക്കൂഇലേക്ക് പോകുക, ബാക്കിയാണ് സുമ്മർക, പിന്നെ നീ റുക്കൂഇലേക്ക് പോകണം. ഹത്താ തത്മഇന്ന റാക്കിഅൻ, റുക്കൂഇൽ നീ 1-2 സെക്കൻഡ് തുമഇനീനത്തോടെ, ഭക്തിയോടെ, ഒതുക്കത്തോടെ നീ റുക്കൂഇൽ നിൽക്കണം. പിന്നീട് നീ സുജൂദിലേക്ക് പോകില്ലേ, ആ സുജൂദിൽ ഹത്താ തത്മഇന്ന സാജിദൻ, സുജൂദിലും അല്പനേരം ഭക്തിയോടെ ഒതുക്കത്തോടെ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന ജാലിസൻ, അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴും ഓരോ ഇരുത്തത്തിലും നീ ഇരുത്തത്തിലും ഭക്തിയും ഒതുക്കവും ഉണ്ടാകണം. സഹോദരങ്ങളെ, ആ സഹാബി കൈകെട്ടിയിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്, റുക്കൂ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, സലാം വീട്ടിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമത്തിലും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലും ഒന്നുപോലും തെറ്റിയിട്ടില്ല. പക്ഷെ നബി 3 തവണ അദ്ദേഹത്തെ മാറ്റി നിസ്കരിപ്പിച്ചു. എന്തേ കാരണം അറിയോ? എടാ ഈ റുക്കൂ പോയി പ്രാർത്ഥിച്ച് പെട്ടെന്ന് എഴുത്തിത തിരിച്ചു വന്ന് സുജൂദിലേക്ക് പോയി ധൃതിപ്പെട്ടാണ് നിസ്കരിക്കുന്നത്. ധൃതിപ്പെട്ട് നിസ്കരിച്ചാൽ ഭക്തി ഉണ്ടാകില്ല. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ പരമാവധി മനുഷ്യൻ എന്നുള്ള നിലക്ക് പോരായ്മ ഉണ്ടാകുമ്പോഴും പരമാവധി ഭക്തിയോടെ സാഹചര്യങ്ങൾ ശുദ്ധമാക്കി തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിന്ന് ഉന്മേഷത്തോടുകൂടി നിസ്കരിച്ച് അതോടൊപ്പം ധൃതിപ്പെട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാതെ പടച്ചവൻ പറഞ്ഞ ഒതുക്കത്തിലും തന്മയത്വത്തിലും ഭക്തിയിലും നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞത് നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ച് ശരിയാക്കേണ്ട കാര്യമാണ്. ആവർത്തിച്ചു പറയുന്നു, ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായും ഒരേ ഖുശൂഇൽ നിൽക്കാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ പറ്റ അലസമായി പോകുന്നുണ്ടോ നമ്മുടെ നിസ്കാരം? ഇതിലാരും മറ്റൊരാളെ നോക്കുകയോ മറ്റൊരാളെ വിലയിരുത്തുകയോ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുക. നമ്മളെപ്പറ്റി ആലോചിച്ചാൽ മതി. നമ്മുടെ നിസ്കാരം കുറച്ച് കാലമായിട്ട് പറ്റ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് പോകുന്നുണ്ടോ? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ബസ് കയറി ഉറങ്ങുന്നതും ഒരുപോലെയാണ് പലപ്പോഴും. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി, മഞ്ചേരിക്കായിരുന്നു, തൊട്ടപ്പുറത്തുള്ള എടാ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചാൽ എത്തിയോ? കണ്ടക്ടർ ഇറങ്ങേണ്ട സ്ഥലത്തേക്കണമെന്ന് വിളിച്ചാൽ എത്തിയോ? പിന്നെ നമ്മളൊരു ആലോചന ഉണ്ട്, ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്തേ ഒന്നും അറിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പുകൾ കഴിഞ്ഞു, ആൾക്കാർ മാറിക്കേറി, പലതും കഴിഞ്ഞു, നിർത്തി പോയി, ഒക്കെ കഴിഞ്ഞു. നമ്മൾ നിസ്കാരത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി. പിന്നെ ബസ് കയറി ഉറങ്ങിയ പോലെ നമ്മൾ പിന്നെ ചിന്ത നാട്, കുടുംബം, രാഷ്ട്രീയം, കളി, പക, കിട്ടാനുള്ള പൈസ, കൊടുക്കാനുള്ള പൈസ, നാട് നന്നാക്കൽ, ഞാൻ പ്രധാനമന്ത്രി ആയാൽ, ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയാൽ, ഇതൊക്കെ ആലോചിച്ച് അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മളെന്നെ ഇരുന്നാണ്ട് എത്ര പെട്ടെന്നാ 10 എത്തി. അവളിൻ്റെ ഇടക്ക് ഇമാം ഓതി ആമീൻ നമ്മൾ പറഞ്ഞ് നമ്മളതിൻ്റെ കൂട്ടത്തിൽ ദിക്റുകൾ ദുആകളും ചൊല്ലി
എന്തൊക്കെയോ കഴിഞ്ഞു പോയി. ഈ നിസ്കാരം സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി, പടച്ചോൻ്റെയൊക്കെ പൂർണ്ണമായൊരു പ്രതിഫലം കിട്ടുമോ? ഇല്ല എന്നല്ല പറയണത്, പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ നിസ്കരിച്ചാൽ മതിയോ? ഒരു ശ്രദ്ധയുമില്ലാതെ രൂപത്തിൽ ഇമാമിന് തെറ്റിയാൽ ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ എത്ര വട്ടം സംശയമില്ലാതെ സുബ്ഹാനല്ലാഹ് നമ്മൾ എത്ര വട്ടം 10-50 കൊല്ലത്തിനിടയ്ക്ക് എത്ര ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും സംശയമില്ലാതെ. ആ സംശയം ഇവിടുന്ന് വന്ന് നമുക്ക് നമ്മൾ നിസ്കരിച്ചതിനെ പറ്റി ഉറപ്പില്ല. കുറ്റായിട്ടല്ല, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞ് ഉറപ്പില്ല. ആ ഉറപ്പില്ലായ്ക എന്തുകൊണ്ടാണ്? നമ്മൾ കൈകെട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ. ഇതിനേക്കാളും ഗൗരവവും രസകരവുമാണ് എന്തെന്നറിയോ? ഇമാമിൻ്റെ കൂടെ പോട്ടെ, പിന്നെ അത് ഇമാമിൻ്റെ കൂടെ തീർന്നോളുന്നിരിക്കുക. നമ്മൾ നേരം വൈകി വന്നു, ഇമാമിൻ്റെ കൂടെ 1-2 റക്അത്ത് കിട്ടി. നമ്മൾ അതിന് ശേഷം അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് കൈകെട്ടി റുക്കൂക്ക് പോകുമ്പോഴാണ് ഇനി എത്രയാണ് നിസ്കരിക്കാനുള്ളതെന്ന് അപ്പോൾ ഓർക്കുക. പിന്നെ നമ്മളെന്താ ചെയ്യലറിയോ? ഒപ്പമുള്ളവൻ എത്രയാണ് നിസ്കരിക്കണത് നോക്കിയിട്ട് അതിനൊപ്പിച്ച് ഒപ്പിക്കുക. അതുവരെ കാത്തിക്കുക. ഓൻ റുക്കൂക്ക് പോകും വരെ ഇവിടെ ഫാത്തിഹയ്ക്ക് ശേഷം 4 ആയത്ത് ഏറെ ഓതുക. കാരണം ഓൻ പോയി കഴിഞ്ഞിട്ട് ഓൻ ഒപ്പിച്ചിട്ട് വേണം നിസ്കരിക്കാൻ. സോ ഇങ്ങനൊരു നിസ്കാരം സത്യത്തിൽ വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. അങ്ങനെ ഉണ്ടാകരുത്. അതുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചേ പറ്റൂ. അത് എന്ത് വേണമെന്ന് വെച്ചാൽ, ഈ ഓഫീസിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി 3:30 ബാങ്കെങ്കിൽ 3:15 പോയിട്ട് ഒതുണ്ടാക്കി നിസ്കരിക്കാൻ ഈ നിസ്കാരം കിട്ടൂല. നമുക്കൊരു സാധനം ഉണ്ടാകണം. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ആളുകൾ വയ്ക്കും, മൗലവി ജോലിത്തിരക്ക് കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടും. അങ്ങനെ ഒരു സംഗതി അജണ്ട മുസ്ലിമിന് ഉണ്ടാവില്ല കേട്ടോ, ഒരിക്കലും ഉണ്ടാവില്ല. ജോലിത്തിരക്കൊണ്ട് നിസ്കാരം, ജോലിത്തിരക്കിടയിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ നമുക്ക് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഇടുവോ? ഇല്ല, സങ്കടത്തിലാണ് പറഞ്ഞത്. പിന്നെ 3 മിനിറ്റ് ഒഴിവുണ്ടാക്കി പോകും. ആ 3 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ കുറിച്ചിടണം. ളുഹറിൻ്റെ അസറിൻ്റെ ഇടയ്ക്ക് ഞാൻ 1:15 പള്ളിക്ക് വരാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 1:30 ഞാൻ 5 മിനിറ്റ് ഞാൻ അതിനു വേണ്ടി ചെലവഴിക്കുന്ന എനിക്ക് ബോധ്യം ഉണ്ടാകണം. അപ്പോൾ ഞാൻ ഒതുണ്ടാക്കി പോകും. പരമാവധി ഭക്തിയിൽ ഞാൻ നിസ്കരിക്കും, ശ്രദ്ധയോടുകൂടി നിസ്കരിക്കും. അല്ലെങ്കിൽ യുവാക്കളെ, യുവതികളെ, വാപ്പാരെ, ആകെയുള്ള നിസ്കാരാണ്. ഈ നിസ്കാരം തന്നെ ദുനിയാവ് മൊത്തം ആലോചിച്ച് അവനാണ് നഷ്ടപ്പെട്ട പൈസ മുഴുവൻ നിസ്കാരത്തിൽ ഓർത്തെടുത്ത് പക വീട്ടാനുള്ളതിൻ്റെ പ്ലാന് മൊത്തം നിസ്കാരത്തിൽ നടത്തി അവനാൻ്റെ എല്ലാ ടൂറും അതിൻ്റെ ഹോട്ടലും അതിൻ്റെ യാത്രക്കാരും ഭക്ഷണവും ബഫയും ഒക്കെ നിസ്കാരത്തിൽ കഴിയുമ്പോഴേക്കും പരലോകത്ത് ആ നിസ്കാരം എത്താത്ത അവസ്ഥ വരും. പ്രവാചകന്റെ ഹദീത്ത് പറയാൻ, പ്രവാചകന്റെ വാക്ക്, അസ്വ ഉന്നാസ് സരിഖത്ത് അല്ലദീ യസ്റഖു മിനസ് സ്വലാ. പ്രവാചകൻ പറയാൻ, മനുഷ്യന്മാരിൽ ചില ആൾക്കാരുണ്ട് പടച്ചോന് വല്ല ഇഷ്ടമല്ല. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ആരാണവർ? നിസ്കാരത്തിൽ കളവ് നടത്തുന്നവരാണ്. അപ്പൊ സഹാബാക്കൾ നബിനോട് ചോദിക്കണം, വളരെ അത്ഭുതത്തിൽ ചോദിക്കണം, നിസ്കരിക്കാത്തവരാണോ? അല്ല, നിസ്കാരത്തിൽ കളവെടുത്തുക. അതെങ്ങനെ നബി നിസ്കാരത്തിൽ കളവെടുത്തുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു യാ റസൂലുള്ളാഹി വകൈഫ യുസ്രിഖു മിനസ് സ്വലാ. നിസ്കാരത്തിൽ കള്ളത്തരം അല്ല, നിസ്കാരത്തിനുള്ളിൽ കള്ളത്തരം എങ്ങനെ നടത്തുന്നത്? കാനോല് റക്അത്ത് കുറക്കേ, 4 റക്അത്തുള്ള 3 റക്അത്താക്കേ, 2 റക്അത്തുള്ള സുബഹി 1 റക്അത്താക്കേ? പ്രവാചകൻ പറഞ്ഞു അല്ല. ഖാല ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ. അവർ റുക്കൂ സുജൂദൊന്നും ശരിക്ക് നിർവഹിക്കൂല. കയ്യാണ് കെട്ടും, റുക്കൂക്കാണ് പോവും, ഉടനെ ഉയരും, താഴത്തേക്ക് പോവും, ഉടനെ ഉയരും. ഇങ്ങനൊരു നിസ്കാരമാണ് ചെയ്യുക. അതിനിടയിൽ പടച്ചോനോടൊന്ന് പ്രാർത്ഥിക്കാൻ, അല്പമൊന്ന് ഒതുക്കത്തിൽ നിൽക്കാൻ, ആകെയുള്ളൊരു 4-5 മിനിറ്റ്, ആ 5 മിനിറ്റ് ഒന്ന് ഒതുക്കത്തിൽ അല്ലാണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ അവർ സമയം കണ്ടെത്തൂല. അവർ അതിൽ കക്കുകയാണ്. ലാ യുഖീമു സുൽബഹു ഫി റുകൂഇ വസ്സുജൂദ്. അവരുടെ നട്ടെല്ല് സുജൂദിലോ റുകൂഇലോ നേരെ നിൽക്കുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയൂല. സഹോദരങ്ങളെ, അശ്രദ്ധമായി പോകരുത്. ഉമ്മാരോട് പറയണം, ഉമ്മാരെ സങ്കടത്ത് പറയാം, ടി വിയിൽ സീരിയലിൻ്റെ ഇടയ്ക്കാണ് സഹോദരിമാരെ, സീരിയലിൻ്റെ ഇടയ്ക്ക് പരസ്യം വരുന്ന സമയത്ത് മുസല്ലണ്ട് ഇരിച്ചാണ്ട് നിസ്കാരക്കുപ്പായിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. 1-ാമത്തെ പരസ്യത്തിൻ്റെ ഇടയ്ക്ക്, 2-ാമത്തെ പരസ്യത്തിൻ്റെ ഇടയ്ക്ക് പോയാണ്ട് നിസ്കരിക്കുക. എന്നിട്ട് സലാം വീട്ടിയിട്ട് ബാക്കി സീരിയൽ കാണുക. ഇങ്ങനെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പടച്ചോനുള്ള സംഭാഷണമാണ് കഴിവിൻ്റെ പരമാവധി. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഭക്തിയോടുകൂടി
നിസ്കരിക്കുന്ന ആളുകളാകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, കത്തിയാൽ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ആരാധനകൾ പരിപൂർണമായ ഭക്തിയോടുകൂടി നിർവഹിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാനും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, അശ്രദ്ധമായി പോകുന്ന ഞങ്ങളുടെ ആരാധനകൾ നാഥ നീ അതിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ ചെറുപ്പത്തിൽ സഹായിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.